ജീവിതത്തിൽ ചില ദിവസങ്ങളുണ്ടാകും. എല്ലാം സാധാരണ പോലെ തന്നെയായിരിക്കും. ചുറ്റുമുള്ളവർ ചിരിക്കും, കാര്യങ്ങൾ മുന്നോട്ടു പോകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ മാത്രം എന്തോ ശരിയല്ലെന്ന് തോന്നും. കാരണമില്ലാതെ മനസ്സ് ഭാരം തോന്നും. ആരോ പറഞ്ഞ ഒരു വാക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വരും. പഴയ ഒരു തെറ്റ് മനസ്സിൽ കറങ്ങിക്കൊണ്ടിരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം ശാന്തതയെ കെടുത്തും. രാത്രി ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ശരീരം വിശ്രമിക്കാൻ തയ്യാറായാലും മനസ്സ് മാത്രം നിർത്താതെ ഓടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നു? എന്തുകൊണ്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്ന ചോദ്യങ്ങൾ പലർക്കും പരിചിതമാണ്. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്ന് പലപ്പോഴും പുറത്തല്ല, നമ്മുടെ സ്വന്തം മനസ്സിനുള്ളിലാണ്. പലരും സമാധാനം തേടുന്നത് പുറത്താണ്, സാഹചര്യങ്ങളിൽ, ആളുകളിൽ, വിജയത്തിൽ. പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സിന്റെ ശാന്തത തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ മാറ്റം വരുമ്പോഴാണ്. ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന ചില ശീലങ്ങൾ നമ്മൾ അറിയാതെ തന്നെ വളർത്താറുണ്ട്. പിന്നെ അതേ ശീലങ്ങൾ തന്നെ നമ്മെ ക്ഷീണിപ്പിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മനസ്സ് കൂടുതൽ ശാന്തമാകണമെങ്കിൽ ആദ്യം അതിനെ അലട്ടുന്ന ചില ചിന്താരീതികളെ തിരിച്ചറിയണം. അതിലാദ്യത്തേത്, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് നിരന്തരം ഊഹിക്കുന്നത്. പലരും സ്വന്തം ജീവിതത്തേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ്. അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവരെന്നെ വിലകുറച്ച് കാണുന്നുണ്ടോ? ഞാൻ തെറ്റായി തോന്നിയോ? എന്നിങ്ങനെ മനസ്സ് അനവധി കഥകൾ സൃഷ്ടിക്കും. എന്നാൽ സത്യം, നമ്മൾ പലപ്പോഴും ഭയത്തെയാണ് യാഥാർത്ഥ്യമെന്ന് കരുതുന്നത്. എല്ലാവരുടെയും ചിന്തകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ക്ഷീണകരമാണ്. കാരണം അതൊരിക്കലും പൂർണ്ണമായി സാധ്യമല്ല. എന്നാൽ സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ വലിയ മാറ്റം സംഭവിക്കും. പുറത്തുള്ള ഓരോ പ്രതികരണത്തെയും കുറിച്ച് ഭയപ്പെടുന്നതിനു പകരം ഉള്ളിലെ പ്രതികരണം നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ, മടിക്കുമ്പോൾ മനസ്സ് ശക്തമാകുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ജീവിതം പലപ്പോഴും സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തും. രണ്ടാമത്തെ വലിയ ശീലം, പരാജയത്തെ അതിരൂക്ഷമായി ഭയക്കുക. ഞാൻ ശ്രമിച്ചു പരാജയപ്പെട്ടാൽ എന്താകും? ആളുകൾ എന്തു പറയും എന്ന ചിന്ത പല സ്വപ്നങ്ങളെയും തുടങ്ങും മുൻപേ നിർത്തുന്നു. എന്നാൽ യാഥാർത്ഥ്യം, ജീവിതത്തിലെ പല വലിയ നേട്ടങ്ങളും നേരായ വഴികളിലൂടെ വന്നതല്ല. പരാജയം പലപ്പോഴും അവസാനമല്ല, അത് പഠിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. മറ്റുള്ളവർ ചിരിക്കാം, വിമർശിക്കാം, സംശയിക്കാം. പക്ഷേ അവരുടെ അഭിപ്രായം മാത്രം ഒരാളുടെ കഴിവ് നിർണ്ണയിക്കുന്നില്ല. ശ്രമിക്കാത്തവർക്കാണ് ഒന്നും തെറ്റാൻ ഇടയില്ലാത്തത്. എന്നാൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് റിസ്ക് എടുക്കേണ്ടി വരും. പരാജയം ഭയക്കാതെ മുന്നോട്ടു പോകുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥ പുരോഗതി സാധ്യമാകുന്നത്. മൂന്നാമത്തെ ശീലം, സമയം വിലമതിക്കാതെ കളയുക. ജീവിതത്തിൽ തിരികെ ലഭിക്കാത്ത ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സമയം. പലപ്പോഴും ഇനിയും സമയം പ്ലെന്റിയുണ്ട്, നാളെ തുടങ്ങാം എന്ന് കരുതി നാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കും. പക്ഷേ ദിവസങ്ങൾ പതുക്കെ കടന്നുപോകും. പിന്നെ ഒരിക്കൽ പിന്നോട്ടു നോക്കുമ്പോൾ നഷ്ടമായ സമയം തിരിച്ചു കിട്ടില്ല. അനാവശ്യ ചിന്തകൾ, ലക്ഷ്യമില്ലാത്ത ശീലങ്ങൾ, ഉപയോഗമില്ലാത്ത കാര്യങ്ങളിൽ മുഴുകൽ, ഇവ ഒറ്റയടിക്ക് ജീവിതം നശിപ്പിക്കില്ല. പക്ഷേ അല്പമല്പമായി നമ്മുടെ കഴിവും അവസരവും ക്ഷയിപ്പിക്കും. ഓരോ ദിവസവും നമ്മളെ വളർത്തുന്ന കാര്യങ്ങൾക്കായി ചെലവഴിക്കുമ്പോൾ ജീവിതം അർത്ഥവത്താകുന്നു. ചെറിയ നല്ല തീരുമാനങ്ങൾ പോലും കാലക്രമേണ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. സമയം ശരിയായി ഉപയോഗിക്കുന്നവർ പലപ്പോഴും ജീവിതം നിർമ്മിക്കുന്നു. സമയം വെറുതെ കളയുന്നവർ പിന്നീട് നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കും. നാലാമത്തെ ശീലം, സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക. അവനത്ര മുന്നിലാണ്, ഞാൻ പിന്നിലാണ്. അവൾക്ക് സാധിച്ചില്ലെങ്കിൽ എനിക്കെങ്ങനെ സാധിക്കും? ഇത്തരത്തിലുള്ള ചിന്തകൾ ആത്മവിശ്വാസത്തെ ദുർബലമാക്കും. ഓരോ മനുഷ്യന്റെയും യാത്ര വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും സാഹചര്യങ്ങളും അവസരങ്ങളും വെല്ലുവിളികളും വ്യത്യസ്തമാണ്. മറ്റൊരാളുടെ വിജയം നിങ്ങളുടെ പരാജയമല്ല. മറ്റൊരാളുടെ പരാജയം നിങ്ങളുടെ പരിധിയുമല്ല. താരതമ്യം പലപ്പോഴും നമ്മുടെ സ്വന്തം വളർച്ചയിൽ നിന്ന് ശ്രദ്ധ മാറ്റും. പകരം ഇന്നലെ ഉണ്ടായിരുന്ന നമ്മളെക്കാൾ ഇന്ന് മെച്ചപ്പെട്ടവരാകാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ പുരോഗതി തുടങ്ങുന്നു. ജീവിതം ഒരു മത്സരം പോലെ കാണേണ്ടതില്ല. അത് കൂടുതൽ വ്യക്തിപരമായൊരു യാത്രയാണ്. ഓരോ ചെറിയ മുന്നേറ്റവും പ്രധാനമാണ്. നമ്മുടെ മനസ്സ് ഒരു തോട്ടം പോലെയാണ്. നാം എന്ത് വളർത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ രൂപം. നെഗറ്റീവ് ചിന്തകൾ, ഭയം, അനാവശ്യ താരതമ്യം, സമയനഷ്ടം, ഇവ നിയന്ത്രിക്കാതെ വിട്ടാൽ അവ സമാധാനം കുറയ്ക്കും. പക്ഷേ ആത്മവിശ്വാസം, വ്യക്തത, ഉദ്ദേശ്യം, ശീലങ്ങൾ ഇവയെ വളർത്തുമ്പോൾ മനസ്സ് കൂടുതൽ ശക്തമാകും.
ജീവിതത്തിൽ എല്ലായ്പ്പോഴും വെല്ലുവിളികളുണ്ടാകും. ആളുകൾ അഭിപ്രായങ്ങൾ പറയും. ചില ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിനിടയിലും ഉള്ളിലെ സമാധാനം നിലനിർത്താൻ പഠിക്കാം. യഥാർത്ഥ ശക്തിയെല്ലാം പെർഫെക്റ്റ് ആകുമ്പോഴല്ല, കെയോസിനിടയിലും സ്വയം നഷ്ടപ്പെടാതെ നിൽക്കുമ്പോഴാണ്. അതിനാൽ ഓരോ ദിവസവും നമ്മൾ സ്വയം ചോദിക്കാം, ഞാൻ എൻ്റെ മനസ്സിനെ സംരക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അനാവശ്യ ചിന്തകൾക്ക് അതിനെ കൈമാറുന്നുണ്ടോ? കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഗുണമേന്മയെ നിർണ്ണയിക്കുന്നത് എല്ലായ്പ്പോഴും പുറത്തുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല. പലപ്പോഴും അതിനെ നേരിടുന്ന നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ്. മനസ്സ് നിയന്ത്രണത്തിലായാൽ ജീവിതം കൂടുതൽ വ്യക്തതയോടെ തോന്നും. സമാധാനം ഒരിടത്ത് കണ്ടെത്തേണ്ട ഒന്നല്ല, അത് പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ തന്നെ നിർമ്മിക്കേണ്ട ഒന്നാണ്. ഇന്നു തന്നെ ചെറിയ മാറ്റങ്ങൾ ആരംഭിക്കാം. അനാവശ്യ ചിന്തകൾ കുറയ്ക്കാം, സമയം വിലമതിക്കാം, താരതമ്യം ഉപേക്ഷിക്കാം, സ്വന്തം വളർച്ചയിൽ ശ്രദ്ധിക്കാം. കാരണം ഒടുവിൽ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാകാനും അല്ലെങ്കിൽ ഏറ്റവും വലിയ തടസ്സമാകാനും കഴിവുള്ളത്. തിരഞ്ഞെടുപ്പ് എപ്പോഴും നിങ്ങളുടെ കൈകളിലാണ്.